ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പോർഷൻ എന്ന് പറയുന്നത് എ പാർട്ട് ഓഫ് ദ ഹൗസ് സെൽഫ് ഓക്യുപ്പൈഡ് ത്രൂ ഔട്ട് ദ ഇയർ ആൻഡ് ദ റിമൈനിങ് പാർട്ട് ഈസ് ലെറ്റ് ഔട്ട്. എ പാർട്ട് ഓഫ് ദ ഹൗസ് സെൽഫ് ഓക്യുപ്പൈഡ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മൾ നമ്മുടെ വീടിൻ്റെ ഒരു ഭാഗത്ത് നമ്മൾ താമസിക്കുന്നു ഒരു വർഷം മുഴുവനും, കുറച്ച് ഭാഗത്ത് നമ്മൾ ലെറ്റ് ഔട്ട് ചെയ്തിരിക്കുന്നു. അങ്ങനെയുള്ളൊരു കേസ് വരുമ്പം എങ്ങനെയാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. In such a case, the annual value of the part of the house self-occupied is nil. നമ്മൾ താമസിക്കുന്ന ഭാഗത്തിൻ്റെ ആനുവൽ വാല്യൂ എപ്പോഴും നില്ലായിരിക്കും. അതേസമയം ലെറ്റ് ഔട്ട് പാർട്ടിൻ്റെ നമ്മൾ സാധാരണ എങ്ങനെയാണോ കാൽക്കുലേറ്റ് ചെയ്യാറുള്ളത് അതേപോലെ തന്നെ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഫോർ ദിസ് പർപ്പസ് ഓൾ കാൽക്കുലേഷൻ വിൽ ബി മെയ്ഡ് പ്രൊപ്പോർഷനറ്റ്ലി. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ, അതായത് ഒരു വീടിനെ രണ്ടായിട്ട് ഭാഗിച്ച് ഒരു ഭാഗത്ത് നമ്മൾ താമസിക്കുന്നു, മറ്റേ ഭാഗം നമ്മൾ വാടകയ്ക്ക് കൊടുക്കുന്നു. അങ്ങനെ വരുന്ന സമയത്ത് വരുന്ന കാൽക്കുലേഷൻ എല്ലാം പ്രൊപ്പോർഷനേറ്റ് ആയിട്ടാണ് ചെയ്യേണ്ടത്. എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് റെൻറ്റ്, മുനിസിപ്പൽ വാല്യൂ, മന്ത്ലി റെൻറ്റ് കിട്ടുന്നുണ്ട് ഒരു ഭാഗത്തുനിന്ന്, ടാക്സ് നമ്മൾ കൊടുക്കുന്നുണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഫോർ കൺസ്ട്രക്ഷൻ 16,000 ഉണ്ട്. ഹാഫ് ഓഫ് ദ പോർഷൻ ഓഫ് ദ ഹൗസ് ഈസ് സെൽഫ് ഓക്യുപ്പൈഡ് ത്രൂ ഔട്ട് ദ ഇയർ. ഒരു വർഷം മുഴുവനും ആ വീടിൻ്റെ പകുതി ഭാഗത്ത് നമ്മൾ സെൽഫ് ഓക്യുപ്പൈ ചെയ്യുന്നുണ്ട്. റിമൈനിങ് പോർഷനാണ് ലെറ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അതിൻ്റെ കമ്പ്യൂട്ടേഷൻ എന്ന് പറയുന്ന ആദ്യം ലെറ്റ് ഔട്ട് പോർഷൻ്റെ കാണാം. ലെറ്റ് ഔട്ട് പോർഷൻ്റെ കാണാമെന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ കാണുന്ന പോലെ ഗ്രോസ് ആനുവൽ വാല്യൂ എടുക്കുക. ഗ്രോസ് ആനുവൽ വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ സ്റ്റാൻഡേർഡ് റെൻറ്റും മുനിസിപ്പൽ റെൻറ്റ് വാല്യൂ ഉണ്ട്. ഏറ്റവും കൂടുതൽ വരുന്നത് മുനിസിപ്പൽ വാല്യൂ ആണ്. ഒപ്പം തന്നെ നമ്മൾ നോക്കേണ്ടത് 4,800 വെച്ചിട്ട് നമുക്ക് റെൻറ്റ് കിട്ടുന്നുണ്ട് 12 മാസത്തേക്ക്. അപ്പോൾ അതിൽ നമ്മൾ ആ റെൻറ്റ് ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇതിൽ മുനിസിപ്പൽ വാല്യൂ സ്റ്റാൻഡേർഡ് റെൻ്റ് ആണ്, FRV അല്ല. അപ്പോൾ മുനിസിപ്പൽ വാല്യൂ 90,000 ആണ്, സ്റ്റാൻഡേർഡ് റെൻറ്റ് നമുക്ക് വന്നിരിക്കുന്നത് 85,000 ആണ്. ഇനി നമ്മൾ കമ്പയർ ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് റെൻറ്റും ആക്ച്വൽ റെൻറ്റും ആണ്. ആക്ച്വൽ റെൻ്റ് എന്ന് പറയുമ്പോൾ 57,600 ആണ്. അപ്പോൾ നമ്മൾ എടുക്കുന്നത് സ്റ്റാൻഡേർഡ് റെൻറ്റിനേക്കാൾ കുറവുള്ളതാണ് എടുക്കുക. അപ്പോൾ ആ ലെറ്റ് ഔട്ട് പോർഷൻ്റെ 57,600 വരും. അതിൽ നിന്ന് നമ്മൾ മുനിസിപ്പൽ ടാക്സ് കുറയ്ക്കുക. മുനിസിപ്പൽ ടാക്സ് 4,000 ആണ് വരുന്നത്. പകുതി ഭാഗം ലെറ്റ് ഔട്ട് ചെയ്തുകൊണ്ട് അപ്പോൾ പകുതി ടാക്സ് ആണ് ഇവിടെ കാണിക്കേണ്ട ആവശ്യമുള്ളൂ. ലെറ്റ് ഔട്ട് ചെയ്ത പോർഷൻ്റെ 2,000. അപ്പോൾ നമുക്ക് രണ്ടും കൂടിയിട്ട് ലെസ് ചെയ്യുമ്പോൾ 55,600 കിട്ടും. ഇതാണ് ലെറ്റ് ഔട്ട് പോർഷൻ്റെ ആനുവൽ വാല്യൂ എന്ന് പറയുന്നത്. അതിൽ നിന്ന് നമ്മൾ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കുറയ്ക്കുകയാണ്. സ്റ്റാൻഡേർഡ് ഡിഡക്ഷനും ഇതേപോലെ തന്നെ ഹാഫാണ്. അപ്പോൾ വരുന്ന സമയത്ത് 16,680. ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പകുതി തന്നെ നമ്മളിതുപോലെ എടുക്കുക. 16,000 ആണ് ലോണ്, അതിൻ്റെ പകുതി 8,000. അപ്പോൾ അത് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ ബാലൻസ് നമുക്ക് കിട്ടുന്നത് 30,920 ആണ് വരുന്നത്. ഇതാണ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി വരുന്നത്. ഇനി അതേസമയം സെൽഫ് ഓക്യുപ്പൈഡിൻ്റെ പോർഷനിലേക്ക് വരുമ്പോൾ നമുക്ക് ആനുവൽ വാല്യൂ എന്താണ്, നില്ലായിരിക്കും. അവിടെ നമുക്ക് എന്തേ കാണിക്കാനുള്ളൂ, ഇൻട്രസ്റ്റ് ഓൺ ലോണ്. ഇൻട്രസ്റ്റ് ഓൺ ലോൺ എന്താ, പകുതി ഭാഗം 16,000 ആയിരുന്നു. അപ്പോൾ അതിൻ്റെ പകുതി 8,000. പിന്നെ അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ലെസ് ചെയ്യുമ്പോൾ എന്ത് മാത്രമേ വരുള്ളൂ, ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആകെ 8,000 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് കാണേണ്ടത് എന്താ, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയാണ്. ഇൻകം എന്ന് പറയുന്നത് നമുക്ക് ഈ 30,920 ആണ് ലെറ്റ് ഔട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അതിൽ നിന്ന് ഈ 8,000 ആയിട്ടുള്ള ലോസ് കുറച്ച് കഴിഞ്ഞാൽ ബാലൻസ് വരുന്നതാണ് എന്ത്, ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഗ്രോസ് ആനുവൽ വാല്യൂ കാണേണ്ട വിധമുണ്ട്. ടാക്സ് കുറയ്ക്കുന്നുണ്ട്, പകുതി മാത്രമാണ് ആനുവൽ വാല്യൂ കിട്ടുന്നുണ്ട്. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കുറയ്ക്കുന്നുണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ലോണ് കുറയ്ക്കുന്നുണ്ട്. എല്ലാം പകുതി ആയിരിക്കുന്നു മാത്രം വ്യത്യാസം വരുന്നത്. പിന്നെ ലെറ്റ് ഔട്ട് ചെയ്ത പോർഷൻ സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ഹാഫ് ആയതുകൊണ്ട് നമ്മളെല്ലാറ്റിനെയും അത് പകുതിയായിട്ട് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സെൽഫ് ഓക്യുപ്പൈഡ് പോർഷൻ പറയുമ്പോൾ നമുക്കറിയാം ആനുവൽ വാല്യൂ ഉണ്ടായിരിക്കില്ല. ആകെ കുറയ്ക്കാനുള്ളത് ഇൻട്രസ്റ്റ് ഓൺ ലോൺ മാത്രമാണ്, അത് ഹാഫ് എടുത്തിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ നമുക്ക് എപ്പോഴും ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയാണ് കിട്ടുക. ഇനി അത് ഇൻകം ഫ്രം ആവണമെങ്കിൽ എന്ത് ചെയ്യണം, ഇവിടുത്തെ ഈ ലാഭത്തിൽ നിന്ന്, ഈ ലെറ്റ് ഔട്ട് ചെയ്ത പോർഷൻ്റെ ലാഭത്തിൽ നിന്ന് ഈ ലോസ് റെഡ്യൂസ് ചെയ്യുമ്പോഴാണ് 22,920 ആയിട്ടുള്ള ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കിട്ടുന്നത്. ഇനി രണ്ടാമത്തെ ഒരു പോർഷൻ എന്ന് പറയുന്നത് ഹൗസ് സെൽഫ് ഓക്യുപ്പൈഡ് ഫോർ എ പാർട്ട് ഓഫ് ദ ഇയർ. ഒരു വീട്ടിൽ നമ്മൾ കുറച്ച് കാലം മാത്രം താമസിക്കുന്നു, അതിനുശേഷം ബാക്കിയുള്ള പീരീഡ് നമ്മൾ വാടകയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണെന്നുള്ളത് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കേസ് വരുമ്പോഴും ആ ലെറ്റ് ഔട്ട് ചെയ്ത ഭാഗം മാത്രമാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു പ്രോബ്ലം നോക്കാം. മുനിസിപ്പൽ വാല്യൂ, ഫെയർ റെൻറ്റ്, സ്റ്റാൻഡേർഡ് റെൻറ്റ്, മന്ത്ലി റെൻ്റ് ഒക്കെ തന്നിട്ടുണ്ട്. ഹൗസ് വാസ് സെൽഫ് ഓക്യുപ്പൈഡ്, 4 മാസം മാത്രമാണ് ആ വീട്ടുകാർ അവിടെ താമസിക്കുന്നുള്ളൂ. ലെറ്റ് ഔട്ട് ചെയ്യണ ബാക്കിയുള്ള പീരീഡ് എല്ലാം 8 മാസത്തേക്ക് ലെറ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്.
ഒരു വർഷത്തിലെ 4 മാസം മാത്രം നമ്മൾ താമസിക്കുന്നു, ബാക്കി 8 മാസം വാടകയ്ക്ക് കൊടുക്കുന്നു. മുനിസിപ്പൽ ടാക്സ് 2000 ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ലെറ്റ് ഔട്ട് ചെയ്ത കാര്യം മാത്രമേ നോക്കേണ്ട ആവശ്യമുള്ളൂ. ഗ്രോസ് ആനുവൽ വാല്യൂ എടുക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ എടുക്കുന്ന എന്താണ്, മുനിസിപ്പലും ഫെയർ റെൻറ്റും എടുക്കും. അപ്പോൾ ഇവിടെ ഹയസ്റ്റ് 42 ആണ്. 42ഉം സ്റ്റാൻഡേർഡ് റെൻറ്റും കൂടി കമ്പയർ ചെയ്യുമ്പോൾ ഫെയർ റെൻ്റാണ് എടുക്കുന്നത്. ഓക്കെ, ഇനി അത് തമ്മിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് മന്ത്ലി റെൻറ്റ് കണക്കാക്കുക. 3800 ഇൻറ്റു എത്ര മാസമാണ് കിട്ടുന്നത്, 8 മാസമേ നമുക്ക് കിട്ടുന്നുള്ളൂ. അപ്പോൾ ഈ 42 ആണോ ഈ 8 മാസം ഇൻറ്റു ചെയ്യുന്ന ഏതാ ഹയസ്റ്റ് അതാണ് എടുക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് ഹയസ്റ്റ് 42 ആണ്. അപ്പോൾ നമ്മൾ 42,000 എടുത്തു. അതിൽ നിന്ന് മുനിസിപ്പൽ ടാക്സ് ലെസ് ചെയ്യാം. മുനിസിപ്പൽ ടാക്സ് എത്രയാണ് വരുന്നത്, 2000 ആണ് വരുന്നത്. അത് ലെസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 40,000 ആണ് ആനുവൽ വാല്യൂ കിട്ടുന്നത്. സാധാരണ പോലെ തന്നെ 30% അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എടുക്കുക. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 30%, ഈ ആനുവൽ വാല്യൂവിൻ്റെ 30% ഇൻറ്റു 12,000. അപ്പോൾ നമുക്ക് അത് ലെസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് 28,000. ഇതിനെയാണ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കേസിൽ ഇപ്പോൾ നമ്മൾ 2 കേസാണ് സ്റ്റഡി ചെയ്തത്. ഒന്ന്, ഒരു വീടിൻ്റെ പകുതി ഭാഗത്ത് സെൽഫ് ഒക്യുപ്പേഷനും ബാക്കി ഭാഗം ലെറ്റ് ഔട്ട് ചെയ്യുന്നു. അപ്പോൾ ലെറ്റ് ഔട്ട് പോർഷൻ വേറെ കാണിക്കുക, സെൽഫ് ഒക്യുപ്പൈഡിൻ്റെ കാൽക്കുലേഷൻ വേറെ കാണിക്കുക. അങ്ങനെ വരുമ്പം ഈ ടാക്സും കാര്യങ്ങളും ഇൻട്രസ്റ്റും ഒക്കെ എന്താവും, പകുതി ആയിട്ടായിരിക്കും കാണിക്കുക. രണ്ടാമത്തെ കേസിലെന്ന് പറയുന്നത്, ഒരു വീട്ടിൽ നമ്മൾ കുറച്ച് കാലം മാത്രം താമസിക്കുകയും ബാക്കി വരുന്ന മാസങ്ങൾ ലെറ്റ് ഔട്ട് ചെയ്യുകയും ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണ്, ലെറ്റ് ഔട്ടിൻ്റെ കാര്യം മാത്രം അവിടെ നോക്കിയാൽ മതിയാകും. ബാക്കി നമ്മൾ ഒരു 3-4 മാസം താമസിച്ചതിൻ്റെ കാര്യം അവിടെ കാണിക്കേണ്ട ആവശ്യമില്ല, കാരണം ആനുവൽ വാല്യൂ എന്തായാലും ഇല്ല. അപ്പോൾ അതുകൊണ്ട് അത് കാണിക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഈ 2 തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പം ഇവിടെ ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണ് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക്